നമ്മുടെ മൊബൈൽ ഹാങ് ആകുന്നതും അതുപോലെ തന്നെ സ്പീഡ് കുറയുന്നതും സ്റ്റോറേജ് ഫുള്ളാകുന്നതും ഈ ഒരൊറ്റ സെറ്റിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഈ ഒരു സെറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഒരുപാട് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോണിൻ്റെ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് മൊബൈലിൽ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് മൊബൈലിൽ ഇൻബിൽട്ടായിട്ട് തന്നെ ക്രോം ബ്രൗസർ ഉണ്ട്. അത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് മുകളിൽ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നൊരു സെറ്റിങ്സ് നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. നമുക്ക് ഏറ്റവും മുകളിൽ ഓൾ സൈറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതുവരെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള എല്ലാ സൈറ്റുകളും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഓരോന്നിനും എത്രത്തോളം ഡാറ്റയാണ് യൂസ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പണിയാണ്. നമുക്കിത് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. എത്രത്തോളം GB, എത്രത്തോളം ഡാറ്റ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് ലാഭിക്കാൻ സാധിക്കും, അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ മൊബൈലിൽ വന്ന് കിടക്കുമ്പോൾ നമ്മുടെ മൊബൈലിൽ നമ്മളറിയാതെ തന്നെ 10 GB 20 GB ഒക്കെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റോറായി കിടക്കുന്നുണ്ടാവുക. ഇതൊന്നും നമുക്ക് അറിയേയില്ല എങ്ങനെയാണ് നമ്മുടെ സ്റ്റോറേജ് നഷ്ടപ്പെടുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമുക്ക് കുറച്ച് താഴേക്ക് പോവാം. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഡാറ്റ സ്റ്റോർഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഈ ഡാറ്റ സ്റ്റോറേജിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ സൈറ്റുകൾ എത്രത്തോളം ഡാറ്റ യൂസ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഞാൻ നേരത്തെ കാണിച്ച അതേ സൈറ്റുകൾ തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ മൊബൈലിൽ ആവശ്യമില്ലാതെ സ്റ്റോറായി കിടക്കുന്നതാണ്. ഇവിടെ ഏറ്റവും താഴെ ഡിലീറ്റ് ഓൾ ഡാറ്റ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ എൻ്റെ മൊബൈൽ പുതിയ മൊബൈലായതുകൊണ്ട് 586 MB ആണ് നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 586 MB. ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഡാറ്റ കംപ്ലീറ്റ് ക്ലിയർ ആവും. അങ്ങനെ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് മൊബൈലിൻ്റെ സ്പീഡ് വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ലാഗിങ് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു സ്റ്റോറേജ് നമ്മുടെ മൊബൈലിൽ ഒളിഞ്ഞിരിക്കുന്നത് പല ആളുകൾക്കും അറിയില്ല. അത് അറിയാത്തത് കൊണ്ടാണ്, അത് ക്ലിയർ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് നമ്മളറിയാതെ തന്നെ ഫുള്ളാകുന്നതും മൊബൈൽ ഹാങ് ആകുന്നതും അതുപോലെ തന്നെ മൊബൈലിൻ്റെ പെർഫോമൻസ് കുറയുന്നതും. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.